നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. OS ഓപ്പറേഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസ്. There are two modes of operation in the operating system to make sure it works correctly. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന എന്ന് ഒരു അഷ്വറിങ് തരുന്ന രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസിലൂടെയാണ്. അതായത് ഓപ്പറേഷൻ നടത്താൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് രണ്ട് മോഡുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ യൂസേഴ്സ് കയറുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കിട്ടുന്നു. എന്ത് സർവീസ് റിക്വസ്റ്റ് ചെയ്താലും വിത്തൗട്ട് എ ലാഗ് വി വിൽ ഗെറ്റ് ദാറ്റ് പർട്ടിക്കുലർ റിക്വസ്റ്റ് റെസ്പോൺസ്, റൈറ്റ്. ദീസ് ആർ യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. ആ രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. എന്താണ് യൂസർ മോഡ്? The system is in user mode when the operating system is running a user application such as handling a text editor. അപ്പോൾ യൂസർ ഒരു ആപ്ലിക്കേഷൻ, സിസ്റ്റത്തിനകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദ സിസ്റ്റം ഈസ് ഇൻ യൂസർ മോഡ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ എന്തെങ്കിലും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് മോഡിലാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാം, സിസ്റ്റം ഈസ് ഇൻ യൂസർ മോഡ്. അപ്പോൾ എപ്പോഴാണ് യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് പോകുന്നത്? ദ ട്രാൻസിഷൻ ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ് ഒക്കേഴ്സ് വെൻ ദ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് ദ ഹെൽപ്പ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ ട്രാൻസിഷൻ ഉണ്ടാകുന്നത് ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം കോൾ ഉണ്ടായാൽ. സിസ്റ്റം കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വേർഡായിരിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളതാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അല്ലേ? എന്നാൽ സിസ്റ്റം കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഒരു മീഡിയേറ്റർ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മൾ യൂസേഴ്സ് പെർഫോം ചെയ്യാൻ പോകുന്ന റണ്ണിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തും ആയിക്കോട്ടെ, അതിന് ആ ഒരു പ്രോസസ്സുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ നടത്തിത്തരുന്നത് സിസ്റ്റം കോളിലൂടെയാണ്. അതായത് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു, അപ്പോൾ തന്നെ അവിടെ സിസ്റ്റം കോൾ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. സിസ്റ്റത്തിനകത്തുള്ള പ്രോഗ്രാമിനകത്ത് ഓരോ രീതിയിൽ കോളാണ്. നമ്മൾ എന്ത് സർവീസാണോ ചോദിച്ചേക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോളുകളാണ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. കോൾ നിങ്ങൾ ഫങ്ഷൻ പഠിച്ചിട്ടില്ലേ? ഇതെല്ലാം നമ്മൾ വിൻഡോസും ലിനക്സ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കോഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആ കോഡ് ചെയ്തേക്കുന്ന ആ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ഒരുപാട് കോളുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം കോൾ എന്ന് പറയുമ്പോൾ എന്ത് സർവീസും യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന എന്ത് സർവീസിനെ റിലേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോളുകളാണ് ആക്ച്വലി. അതായത് കോള് കിട്ടുന്ന ആർക്കാണ്? കേർണൽ മോഡിലാണ്. കേർണലിലേക്കാണ് കോള് ചെല്ലുന്നത്. അപ്പോൾ തന്നെ ഒരു കോള് ജനറേറ്റ് ആവുന്ന യൂസർ മോഡിൽ നിന്നുകൊണ്ട് ആ കോള് കേർണലിലേക്ക് എത്തുന്നു. കേർണൽ മോഡിൽ വെച്ചായിരിക്കും ആ കോള്, സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ആവുന്നത്. കാരണം അവിടെ യൂസറിന് എൻട്രി ഇല്ല. യൂസർ കനോട്ട് എൻ്റർ ഇൻ ടു കേർണൽ മോഡ്. യൂസേഴ്സിന് യൂസർ മോഡിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സിസ്റ്റം കോൾ ജനറേറ്റ് ചെയ്ത് ദ OS ഈസ് സ്വിച്ചിങ് ബാക്ക് ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ മോഡ് മാറി കേർണൽ മോഡ് ആവുന്നു. ആ സർവീസ് ആ കോളിലൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് യൂസേഴ്സിന് കൊടുക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം കോൾ എക്സിക്യൂഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ്. ഇറ്റ് ഈസ് എ കോൾ വർക്ക്സ് ഇൻ ബിറ്റ്വീൻ യൂസേഴ്സ് പ്രോസസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് മോഡുകളുണ്ടല്ലോ, ആ മോഡിനെ തരംതിരിച്ചേക്കുക. മോഡിന് തിരിച്ചറിയാനായിട്ട് മോഡ് ബിറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ. സിസ്റ്റം ഏത് മോഡിലാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ മോഡ് ബിറ്റ് ആഡഡ് ടു ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടു ഇൻഡിക്കേറ്റ് ദ കറൻറ്റ് മോഡ്. അപ്പോൾ കറൻറ്റ് മോഡ് ഏതാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പാകത്തിന്
മോഡ് ബിറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സെറ്റ് ടു 1. യൂസർ മോഡിലാണെങ്കിൽ അതെന്ത് മോഡ് ബിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രം 1 to 0 വെൻ സ്വിച്ചിങ് ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ്. യൂസർ മോഡിലാണെങ്കിൽ മോഡ് ബിറ്റ് 1 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ചേഞ്ച് ഫ്രം 1 to 0 വെൻ സ്വിച്ചിങ് ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ്. അപ്പോൾ യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മോഡ് ബിറ്റ് 1ൽ നിന്ന് എന്തായിട്ട് ചേഞ്ച് ചെയ്യും? 0 ആയിട്ട് ചേഞ്ച് ചെയ്യും. അതായത് ഇനീഷ്യലി അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഇൻ കേർണൽ മോഡ്. കാരണം സിസ്റ്റം ബൂട്ട് ചെയ്യാണ്. ദ സെക്കൻഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ കേർണൽ മോഡ്. അവിടെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതിയേക്കുന്നത് തന്നെ കാണാം. ദ സിസ്റ്റം സ്റ്റാർട്ട്സ് ഇൻ കേർണൽ മോഡ്. അല്ലേ, സിസ്റ്റം ആദ്യം ചെയ്യുന്ന ജോലി എന്താ? ബൂട്ടിങ്, ലോഡ് ചെയ്യുന്നത് എന്താണ്? നമ്മൾക്ക് അതിനകത്തൊന്നും ജോലിയില്ല. അതിനകത്തുള്ള എല്ലാ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണത് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ലോഡ് ചെയ്യുന്ന സമയത്ത് ദ സിസ്റ്റം ഈസ് ഇൻ കേർണൽ മോഡ്. അപ്പോൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ബിറ്റ് ഈസ് മോഡ് ബിറ്റ് ഈസ് 0. അപ്പോൾ ഇനീഷ്യലി 0 ആണ്. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 1. Okay, after booting it is changed to 1. The system starts in kernel mode when it boots, and after the operating system is loaded it executes applications in user mode. After loading, after booting only it executes applications in user mode. അപ്പോൾ മാത്രമാണ് യൂസർ മോഡായിട്ട് ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. പിന്നെ എപ്പോഴൊക്കെയാണ് ട്രാൻസിഷൻ? ദർ ആർ സം പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ഓൺലി ബി എക്സിക്യൂട്ടഡ് ഇൻ കേർണൽ മോഡ്. അതായത് യൂസർ തന്നെ എൻട്രി ഇല്ലാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം. ഡയറക്റ്റായിട്ട് ഈ ഹാർഡ്വെയർ സർവീസ് കിട്ടാനുള്ളൊരു മാർഗമില്ല. ഓക്കെ, അതായത് ഇൻറ്ററപ്റ്റുകൾ ഉണ്ടായാൽ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. യൂസർ മോഡിൽ നിന്നുകൊണ്ട് OSനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസറിന് ആ ഫ്രണ്ട് ഏരിയ, ആ ഇൻ്റർഫേസിൽ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സർവീസിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ തന്നെ യൂസർ മോഡിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കേർണൽ മോഡിലേക്ക് പോകണം. അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓൺലി ഇൻ കേർണൽ മോഡ്. കേർണൽ മോഡിനെ പ്രിവിലേജ്ഡ് മോഡ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിവിലേജ്ഡ് മോഡ് എന്ന് പറയും. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഉള്ളവർ, അല്ലേ സംബഡി ഹാസ് എ റൈറ്റ് ടു ഡു സംതിങ്. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റ് ഉള്ളവർക്ക് മാത്രം കയറാവുന്ന ഏരിയ ആണ് എന്ത്? കേർണൽ മോഡ്. അപ്പോൾ യൂസറിന് ഒരിക്കലും എൻട്രി ഇല്ലാത്ത ഏരിയ ആണ്. അപ്പോൾ OSൻ്റെ കോർ പാർട്ടാണ് കേർണൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. OSന് ഇങ്ങനെ ഒരു കോർ കമ്പോണൻ്റ് ഉണ്ട്. അതായത് കോർ പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട് കേർണലിനകത്താണ് കേർണലാണ് എല്ലാ ഹാർഡ്വെയർ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന കേർണലാണ്. അതെങ്ങനെയാണ്? ഈ കേർണൽ മോഡിലൂടെയാണ്. While user is trying to input something using keyboard, എന്ത് സംഭവിക്കും? ആ സമയത്തും യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് ട്രാൻസിഷൻ പോകുന്നുണ്ട്. അതാണ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റിൻ്റെ സമയത്തോ എന്തെങ്കിലും ഇൻറ്ററപ്റ്റ് ഉണ്ടായാലോ എല്ലാം കേർണൽ മോഡിലേക്ക് OS സ്വിച്ച് ബാക്ക് ചെയ്തിട്ട് മാത്രമാണ് ആ ഒരു സർവീസ് നമുക്ക് കിട്ടുള്ളൂ. ഇത് പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻ ആർ എക്സിക്യൂട്ടഡ് ഇൻ യൂസർ മോഡ്. ഏതെങ്കിലും ഒരു പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻ യൂസർ മോഡിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തോ, ദെൻ ഇറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ ആ OS കറപ്റ്റഡ് ആയി എന്നാണ് അർത്ഥം. ദ മോഡ് ബിറ്റ് ഈസ് സെറ്റ് ടു 0 ഇൻ ദ കേർണൽ മോഡ്. ഇപ്പോൾ കേർണൽ മോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇനീഷ്യലി 0 ആണ്. കേർണൽ മോഡിൽ 0 ആണ്. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രം 0 to 1 when switching from കേർണൽ മോഡ് ടു യൂസർ മോഡ്. കേർണൽ മോഡിൽ നിന്ന് യൂസർ മോഡിലേക്ക് ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ മോഡ് ബിറ്റിൻ്റെ വാല്യൂ 0ൽ നിന്ന് 1ലേക്ക് പോകും. അപ്പോൾ മോഡ് ഓഫ് ഓപ്പറേഷൻസ്, അല്ലെ ഓപ്പറേഷൻസ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വാട്ട് ആർ ദ എക്സ്പ്ലെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇതാണ്. 2 മോഡുകളുണ്ട്, യൂസർ മോഡും കേർണൽ മോഡും. അതായത് OSന് വർക്ക് ചെയ്യാനായിട്ട് 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. യൂസേഴ്സിന് മാത്രം യൂസേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് യൂസർ മോഡ്. അതായത് അവിടെ ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസർ മോഡിലായിരിക്കും. അതേസമയം എന്തെങ്കിലും ഒരു സർവീസിന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കേർണൽ മോഡിലേക്ക് ട്രാൻസിഷൻ ഉണ്ടായിട്ടാണ് നമുക്ക് ആ സർവീസ് തിരിച്ച് കിട്ടുന്നത്. അതിനൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. An image that illustrates the transition from user mode to kernel mode.
അതായത് ഇവിടെ 2 മോഡായിട്ട് തരംതിരിച്ച് OSനെ ജസ്റ്റ് കാണിച്ചേക്കാണ്. യൂസർ മോഡിൽ എന്താ സംഭവിക്കുന്നത്? യൂസർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് സംഭവിക്കുന്നു. അപ്പോൾ തന്നെ ഒരു സിസ്റ്റം കോൾ ഉണ്ടാകുന്നു. സിസ്റ്റം കോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനറേറ്റിംഗ് എ സിസ്റ്റം കോൾ ഓർ ഗെറ്റ്സ് എ സിസ്റ്റം കോൾ. അപ്പോൾ തന്നെ അത് എങ്ങോട്ടേക്കാണ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം കോൾ കൈമാറുന്നത്? കേർണൽ മോഡിലേക്കാണ് അതിനെ കൈമാറുന്നത്. അപ്പോൾ മോഡ് ബിറ്റ് 1 ആയിരുന്നു. അത് കേർണലിലേക്ക് പോയി കഴിയുമ്പോൾ അതെന്താകും? മോഡ് ബിറ്റ് 0 ആകും. ട്രാപ്പ് മോഡ് ബിറ്റ് ഈക്വൽ ടു 0. കേർണൽ മോഡിൽ നിന്ന് മാത്രമാണ് ആ കോള്, പർട്ടിക്കുലർ സിസ്റ്റം കോൾ, ആ ഒരു ഫങ്ഷൻ കോള് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ എക്സിക്യൂട്ട് ചെയ്ത ഫങ്ഷൻ കോള് തിരിച്ച് യൂസർ മോഡിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. എന്നാലാണ് യൂസറിന് സർവീസ് കിട്ടുന്നുള്ളൂ. യൂസറിന് സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് കിട്ടുമ്പോൾ എന്താണ്? ഇപ്പോൾ ട്രാപ്പ് മോഡ് ബിറ്റ് 0 ആയിരുന്നു. യൂസർ മോഡിലേക്ക് പോകുമ്പോൾ അതെന്താകും? ചേഞ്ച്ഡ് ടു 1. അപ്പോൾ യൂസർ മോഡിൽ ഡീഫോൾട്ടായിട്ട് മോഡ് ബിറ്റ് 1 എന്നും കാണിച്ചിട്ടുണ്ട്. കേർണൽ മോഡിൽ മോഡ് ബിറ്റ് 0 എന്നും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച OSൻ്റെ ഓപ്പറേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതും ജനറൽ ഒരു കോൺസെപ്റ്റാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓപ്പറേറ്റർ സംബന്ധിച്ചിടത്തോളം 2 മോഡുണ്ടെന്ന് നമുക്കൊരു പുതിയൊരു അറിവായിരിക്കും. നമ്മളങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, പഠിക്കുക. ഓക്കെ.